ചേട്ടാ, ഒരു കൃഷ്ണനെ ഹരി അറിയോ? ഹരികൃഷ്ണൻസിനെയാണോ ഉദ്ദേശിച്ചത്? ആ അതെ. എന്താ കാര്യം? കാശ് വല്ലതും പറ്റിച്ചോ? വീട് വൃത്തിയാക്കണമെന്നില്ല അഡ്വാൻസ് വാങ്ങിയൊരു പോക്ക് പോയതാ. പിന്നെ ആ വഴിക്കങ്ങ് കണ്ടില്ല. അവന്മാർക്ക് പറയാനേ ഒരു അഡ്രസ്സും ഉണ്ടാവില്ല. മോന്റെ കാശ് പോയെന്ന് തന്നെ കരുതിയാൽ മതി. എല്ലാ നാട്ടിലും നാടിനെ പറയിക്കാനായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനൊരു തീരുമാനമായി. തീർച്ചയായിട്ടും. എന്നാ ശരി ചേട്ടാ, ഓ ശരി, പോയേക്കോ. ഓക്കെ. എന്താ? ചുമ്മാ ഞാനിവിടെ പണിയൊക്കെ എവിടം വരെയായി നോക്കാൻ വന്നതാ. ഇത് താൻ വരച്ചയാണോ? ഇതെവിടുന്ന് കിട്ടി? അതൊക്കെ അവിടെ ഇരിക്കട്ടെ, താൻ കാര്യം പറ. അതെന്താ, എനിക്ക് വരയ്ക്കാൻ പാടില്ലേ? എങ്ങനെയുണ്ട്? സംഭവം കൊള്ളാം, പക്ഷേ എന്റെ ചിത്രം വരയ്ക്കാൻ കാരണം? പ്രത്യേകിച്ചൊന്നുമില്ല. എവിടെ സൗന്ദര്യം കണ്ടാലും എനിക്കിത് ക്യാൻവാസിലേക്ക് പകർത്തണം എന്ന് തോന്നുന്നു. കൊള്ളാം, എന്നാ ഇത് ഇവിടെ തന്നെ ഇരിക്കട്ടെ. ചേച്ചി ജോലിക്ക് പോയോ? ആ, പോവേണ്ട സമയായി. റെഡിയായി നിൽക്ക. രാവിലെ തന്നെ നല്ല പണിയല്ലേ? ഇവിടെ വന്നപ്പോ തൊട്ട് എനിക്ക് പണിയാ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ കൂടെ ഇതും. ഇത്ര പെട്ടെന്ന് ഞങ്ങളുടെ നാടും എടുത്തോ? ഏയ്, നാടെങ്ങനെ മടുക്കാനാ? എവിടെ നോക്കിയാലും കണ്ണിന് കുളിർമേകുന്ന കാഴ്ചകളല്ലേ. പിന്നെന്താ പ്രശ്നം? ആൾക്കാരൊക്കെ ഒരു പ്രത്യേക ടൈപ്പാ. എന്തോ ഒരു വലിയ പണി വരാനുണ്ടെന്ന് മനസ്സ് പറയുന്നു. ഇതിലും വലിയ പണി പിന്നെന്താ വരാനുള്ളേ? മനസ്സിലായില്ല. അല്ല, ഈ വീട് വൃത്തിയാക്കുന്ന പണിയെ ഇത് ഇപ്പോഴെങ്ങാനും കഴിയോ? എവിടുന്ന്? ഇതൊരു അണ്ടകടാകം പോലെ ഇങ്ങനെ കിടക്കല്ലേ. തൽക്കാലം 1-2 മുറി വൃത്തിയാക്കാന്ന് വിചാരിച്ചു. ശരി, ഞാനും കൂടാ. ഇയാള് തന്നെ വിചാരിച്ചാ ഇതൊന്നും കൂട്ടിയാ കൂടില്ല. ഓ, വളരെ സന്തോഷം. ചൂല എവിടെ? ചൂല് ദാ അവിടെ കിടക്കും. എവിടെ? ആ, അത് ശരി. ഇതാണല്ലേ നേരത്തെ പറഞ്ഞ കണ്ണിന് കുളിർമയുള്ള കാഴ്ചകൾ. സോറി ഫ്രണ്ട്സ്. കൈ എന്താ ഐസ് പോലെ ഇരിക്കുന്നത്? പെൺകുട്ടികളുടെ ശരീരത്തിൽ സാധാരണ ചെറിയ ചൂടല്ലേ? അത് ഞാൻ അലക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. ഇവിടുത്തെ വെള്ളത്തിനെ നല്ല തണുപ്പാ. അല്ല, ഇയാള് കൊള്ളാലോ. പെണ്ണുങ്ങളുടെ ശരീരത്തെ പറ്റി നല്ല ധാരണയല്ലേ? ഏറെക്കുറെ. സ്ലിപ്പായി പോയി. നന്നായി. മോനെ സാധനങ്ങളൊക്കെ എടുത്തേ പെട്ടിയിലിടാൻ നോക്ക്. ഓ ശരി. ഇതൊക്കെ മുമ്പ് താമസിച്ചിരുന്നവൻ്റെ ആന്നല്ലേ പറഞ്ഞ്? ഫുൾ ആക്രി സാധനങ്ങളാണല്ലോ. കല്ലും ബുക്സും
കുന്തവും കുടച്ചക്രവും സകല ഐറ്റംസും ഉണ്ട്. ഹലോ, ഇത് ഏത് ലോകത്താ? അതിങ്ങ് തായി പെട്ടിയടക്കട്ടെ. അതിങ്ങ് തരാൻ. വേണ്ട, ഇതിവിടെ ഇരുന്ന് ശരിയാവില്ല. അല്ല, ഇത്രയും നാൾ ഇത് ഇവിടെ തന്നെയല്ലേ ഇരുന്നിരുന്നത്? പിന്നെ ഇത് വെറൊരു കല്ലല്ലേ, ബോംബൊന്നും അല്ലല്ലോ. ഇത് വേറൊരു കല്ലല്ല ശാന്തനു, ബോംബിനേക്കാൾ പ്രശ്നം പിടിച്ച ഒന്നാ. ഇത് എൻ്റെ കയ്യിൽ നിന്ന് എപ്പോഴോ നഷ്ടപ്പെട്ടു പോയതാ. എന്ത് പ്രശ്നം? എന്താ ഈ കല്ലിന്റെ പ്രത്യേകത? ഇതൊരു മാജിക് സ്റ്റോൺ ആണ്. മാജിക് സ്റ്റോണോ? എന്ത് മാജിക് സ്റ്റോൺ? ഇതിങ്ങനെ കൈവച്ച് പ്രാർത്ഥിച്ചാ നമുക്ക് ഇഷ്ടമുള്ള ആളുടെ രൂപം സ്വീകരിക്കാൻ പറ്റും. കുറച്ച് വെള്ളം കുടിക്കുന്നോ? മനസ്സൊന്ന് ശാന്താവും. എന്തു പറ്റി ശാന്തനു? സ്വന്തം രൂപത്തിൽ ഇനിയും വിശ്വാസായില്ലേ? ഇപ്പൊ മനസ്സിലായോ മനുഷ്യന്മാരെ പറ്റിക്കാൻ എളുപ്പമാണെന്ന്? അതിപ്പോ എനിക്ക് തന്നെ വിശ്വാസമുണ്ടല്ലോ എനിക്ക് എന്നെ പറ്റിക്കാൻ സാധിച്ചത്. വിശ്വാസോ? അതും മനുഷ്യന്മാര് തമ്മില്. അതങ്ങനെയല്ല ശാന്തനു. സ്വന്തം സ്വാർത്ഥതയ്ക്കും ഇഷ്ടങ്ങൾക്കും വേണ്ടി മനുഷ്യൻ എന്ത് കല്ല് വെച്ച നുണയും വിശ്വസിക്കും. അത് ശരിയാ. അതുകൊണ്ടാണല്ലോ ഈ കല്ല് വെച്ച നുണ ഞാനും വിശ്വസിച്ചത്. എന്നിട്ട് വല്ലോ നടന്നോ? അതുമില്ല. ഇനിയിപ്പോ ഇത് കളഞ്ഞേക്കല്ലേ? ഏയ്, അത് കളയല്ലേ. അതിങ്ങതാ. ഒരു കല്ലിനോട് ഇത്രയും സെന്റിമെന്റ്സ് ഉള്ള ഒരാളെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. ശാന്തനു, പുരാണത്തിൽ അഹല്യയുടെ കഥ കേട്ടിട്ടുണ്ടോ? ശാപം കിട്ടി കല്ലായി മാറിയ അഹല്യ. അതുപോലെ ശാപം കിട്ടിയ ജന്മം എന്റേത്. അഹല്യ തെറ്റ് ചെയ്തുകൊണ്ടല്ലേ ശാപം കിട്ടിയത്? ഇയാളെന്ത് തെറ്റാ ചെയ്ത്? പ്രണയം. പ്രണയിക്കുന്നൊരു തെറ്റാണോ ശാന്തനു? ഞാനിത് പറയാൻ പാടില്ല. പക്ഷെ ആളെന്തരോ നോക്കി പ്രണയിച്ചില്ലെങ്കിൽ പ്രണയം ഒരു തെറ്റാണ്. ഒരിക്കലും അല്ല. അങ്ങനെ പ്രണയം തെറ്റാണെങ്കിൽ ദേവേന്ദ്രൻ ഒരു കുറ്റക്കാരനല്ലേ? അതെ, പക്ഷെ അതും ഇതുമായിട്ട് എന്താ ബന്ധം? ബന്ധമുണ്ട് ശാന്തനു. ഈ കല്ല് എനിക്കൊരു ഓർമ്മയാണ്. അതിലുപരി ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഓർമ്മയോ? ആരുടെ ഓർമ്മ?
ഗുഡ് മോർണിംഗ്. ഹലോ. എന്താ? ഞാൻ ഇന്ദ്രൻ. ഔട്ട് ഹൗസിൽ പുതിയതായിട്ട് താമസിക്കാൻ വന്ന. അല്ല, ഇന്നലെ പരിചയപ്പെടാൻ പറ്റിയില്ല. അതുകൊണ്ട് അതുകൊണ്ടൊന്നുമില്ല, ചുമ്മാ പരിചയപ്പെട്ടോളാന്ന് വിചാരിച്ചു. ഞങ്ങളുടെ വീടും പരിസരമൊക്കെ ഇഷ്ടായോ? ഇഷ്ടായിരുന്നു. ഞാൻ ആ കുട്ടിയോട് ഇന്നത്തെ പത്രവും ചോദിക്കായിരുന്നു. ഓ, അതിനെന്താ? അഹല്യ ആദ്യത്തനെയും പത്രികാം സ്വീകൃത്യാൻ തദാതു. ഇയാളുടെ നാടെവിടെയാ? തറവാടൊക്കെ കണ്ണൂരാണ്. പഠിച്ചു വളർന്നൊക്കെ ബാംഗ്ലൂർ. ആ ഫാമിലി ഒക്കെയോ? അച്ഛനും അമ്മയൊക്കെ ചെറുപ്പത്തിലേ മരിച്ചു. ഓ, ഇപ്പോ നാട്ടിലങ്ങനെ പറയത്തൊക്കെ ബന്ധുക്കളാരും ഇല്ല. അപ്പൊ കല്യാണം കഴിഞ്ഞിട്ടില്ല. പറ്റിയൊരാളെ കണ്ടുപിടിക്കണം. ഇയാൾ അവിടെ ജോലി ചെയ്യുന്നേ? ഇവിടെ എങ്ങനെ എത്തിപ്പെട്ടു? അത് ഞാൻ ജോലി റിസൈൻ ഗുഡ് മോർണിംഗ് ജിത്തി. ഗുഡ് മോർണിംഗ്. ആ, രണ്ടുപേരും ഉണ്ടല്ലോ രാവിലെ തന്നെ. പിരിവിന് ഇറങ്ങിയതാണോ? ഞങ്ങൾക്ക് ചിത്തിയുടെ കയ്യിൽ നിന്ന് ഒരു സ്പെഷ്യൽ കോഫി കുടിക്കണം, പിന്നെ മ്യൂസിക് ഡയറക്ടറെ കാണണം, കമ്മീഷൻ വാങ്ങണം, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ. എന്നോട് തന്നെ വേണോ ഈ സോപ്പ്? ഒരിക്കലും കുളിക്കാത്ത എവന്റെ എവിടെ നിന്ന് ചിത്തിയ സോപ്പ്? പിന്നെ ചിത്തി ഉണ്ടാക്കുന്ന ഇഡ്ഡലിയുടെ ചമ്മന്തിയുടെ ഒക്കെ ടേസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് അവൻ പറഞ്ഞു വെള്ളം ഇറക്കാറുണ്ട്. ആണോ? ഇതങ്ങ് തുടച്ചുകളാ. ഇനിയിപ്പോ ആ വെള്ളം ഇറക്കി വെക്കുന്നതായിരിക്കും നല്ലത്. ഇന്ന് ഇവിടെ എല്ലാവർക്കും വ്രതവാ. വെറുതെ പൊക്കി അടിച്ച വേസ്റ്റ് ആയി. അല്ല, നിങ്ങളീ പറഞ്ഞ മ്യൂസിക് ഡയറക്ടർ ആരാ? ബെസ്റ്റ്. ചിത്തിയുടെ മുമ്പിൽ നിൽക്കല്ലേ, ഇതാരെന്നാ വിചാരം? ഭാവിയിലെ ഇളയരാജയാണ്. നീ ആവശ്യമില്ല ആ പുള്ളിയുടെ പേരൊന്നും പറയല്ലേ. അവസാനം ആ പുള്ളി അതിന് റോയൽറ്റി ചോദിക്കും. താൻ മ്യൂസിക് കമ്പോസർ ആണോ? സിനിമയൊക്കെ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ആദ്യ സിനിമയുടെ കമ്പോസിംഗ് നടക്കാണ്. അതിന് പറ്റിയൊരു സ്ഥലം നോക്കി നടക്കുമ്പോഴാണ് ഇവരെ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പാട്ടൊക്കെ സെറ്റ് ആവുമ്പോ ഞങ്ങളെ കേൾപ്പിച്ചു. പിന്നെന്താ, എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? സാർ എങ്ങനെയുണ്ട് വീടും സൗകര്യങ്ങളൊക്കെ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ മടിക്കണ്ട. ഉറപ്പായിട്ടും പറയാം സാർ. ആ, നിങ്ങളോട് നിൽക്ക്, ഞാൻ ക്യാഷ് എടുത്തിട്ട്. ശരി, ഓക്കെ. എന്നാ പിന്നെ ഞാൻ ചെല്ലട്ടെ, കുറച്ച് പണിയുണ്ട്. ശരിടാ, ഓക്കെ, ശരി. ആയിക്കോട്ടെ. അളിയ പുള്ളിക്ക് ഏത് പമ്പൂസിലാണ് ജോലി? എടാ, പമ്പ് ഹൗസ് അല്ല, കമ്പോസിംഗ്. പാട്ട് കമ്പോസ് ചെയ്യൂലേ? അങ്ങനെ അണ്ണാ, അണ്ണൻ എന്താ ഇതുവരെ കല്യാണം കഴിക്കാത്തെ? കല്യാണമാ? അത് ശരിയാവില്ല. നമുക്കിങ്ങനെ പറഞ്ഞു നടക്കണം ലോകം മുഴുവൻ. കല്യാണം കഴിച്ച കാലില് ചങ്ങല ഇട്ട പോലെയാ. അപ്പോ കുറച്ച് കഴിഞ്ഞാ അണ്ണനും ഇവിടുന്ന് പോവുമല്ലേ? അണ്ണനും കൂടി പോയി കഴിഞ്ഞാ എനിക്ക് സംസാരിക്കാൻ പോലും ആരും ഇല്ലാണ്ടാവും ഇവിടെ. എന്താ? ഞാനിവിടെ ഒറ്റയ്ക്കാവൂന്ന്. കുഞ്ഞിനോടല്ല. ആരാ? ആ, ഇതിവിടെ പുതുതായി വാടകയ്ക്ക് വന്നതാ. ഗൗതം സാറ് പറഞ്ഞായിരുന്നു, സിനിമാ പാട്ടുകാരൻ. അതെ, അതെ. പാട്ടെന്നൊക്കെ പറഞ്ഞ പഴയ ബാവുക്കേരെ പാട്ട് കേക്കാ എന്താ രസം. അല്ല, അപ്പൊ ഇപ്പോഴത്തെ പാട്ടെന്താ പാട്ടല്ലേ? അയ്യോ കുഞ്ഞെ, അങ്ങനെയല്ല. ഇപ്പോഴത്തെ പാട്ട് കേട്ടാ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാ. എല്ലാം ഒന്നുപോലെ ഇരിക്കും. അത് ശരിയാ. ഇപ്പൊ ശുദ്ധ സംഗീതം അറിയുന്ന ആരാ ഉള്ളത്? എല്ലാം കള്ളന്മാരാ. കോപ്പി അടിക്കാൻ മാത്രം അറിയാം. അതെ, എല്ലാരും ഒരേ ടൈപ്പ് അല്ല. പിന്നെ ഈ ശുദ്ധ സംഗീതം എന്നൊക്കെ പറയാൻ സംഗീതത്തിനെ പറ്റി എന്തറിഞ്ഞിട്ടാ? ചുമ്മാ ഡയലോഗ് അടിക്കല്ലേ? പോട്ടെ മോനെ, വിട്ടുകളാ. അണ്ണാ, എന്നാ ഞാൻ അങ്ങോട്ട് പോവാ. അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്. അങ്ങനെ അവനവന് പറഞ്ഞിട്ടുള്ള പണി വല്ലതും പോയി ചെയ്യും. മോളെ, കഞ്ഞിക്ക് കാലാങ്കി വിളിക്കണേ, വല്ലാത്ത പരവേശം. അതെങ്കിലും തേഞ്ഞെടുത്തേ.